ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങക്കായ് കൊണ്ടുള്ള ഒരു തോരനാണ്. അതിനുവേണ്ടി ഞാനിവിടെ 2-3 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഒരു സ്പൂൺ വെച്ച് ചുരണ്ടി എടുക്കണം. ആദ്യം തന്നെ മുരിങ്ങക്കായ 2 കഷ്ണങ്ങളാക്കുക. ഇതുപോലെ കത്തിയും കൊണ്ട് 2ആക്കി കീറിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ളത് ആ ദശഭാഗമൊക്കെ ഒരു സ്പൂണും കൊണ്ട് ചുരണ്ടിയെടുക്കാം. കായോട് കൂടി ചുരണ്ടിയെടുക്കാവുന്നതാണ്. ഉള്ളിലുള്ള കായോ പ്രശ്നമില്ല, അധികം മൂത്തിട്ടൊന്നും ഉണ്ടാകില്ല. അധികം മൂത്ത് പോകാത്ത മുരിങ്ങക്കായ വേണം എടുക്കാൻ. എല്ലാം ഇതുപോലെ നന്നായിട്ട് വേഗം അത് ചുരണ്ടിയെടുക്കുക. വലിയ കഷ്ണങ്ങളായിട്ട് വീഴുന്നതൊക്കെ വീണ്ടും കത്തിയും കൊണ്ട് ചെറിയ പീസുകളാക്കി എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ എല്ലാം ചുരണ്ടി എടുത്തതിന് ശേഷം കാണിച്ചു തരാം. എല്ലാം ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ: ഒരു 1/2 കപ്പ് തേങ്ങ, 1 സവാള, 2 അല്ലി വെളുത്തുള്ളി, 2 വലിയ പച്ചമുളക്. ഇത്രയുമാണ് തോരന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഒരു ചീഞ്ചട്ടിയിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞതും വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് വഴറ്റാം. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഏകദേശം ചെറുതായിട്ട് ചുമന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് ആ എണ്ണയിലിട്ടൊന്ന് ഇളക്കാം. അതിനുശേഷം തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ 1 മിനിറ്റ് നേരം അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ആ മുരിങ്ങക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. ഒരു 4 മിനിറ്റും കൊണ്ടൊക്കെ ഈ ഉപ്പേരി തോരൻ റെഡിയാകും. എല്ലാം നല്ല ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. എല്ലാം ഒന്ന് വീണ്ടും കൂട്ടി ഇളക്കാം. കുറച്ചും കൂടെ വേകാനുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ മൂടി വയ്ക്കാം. വീണ്ടും 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഏകദേശം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക്